മലപ്പുറം തവനൂർ മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ വിജയത്തിന്റെ ആഘോഷ ഭാഗമായിട്ടാണ് ആടിന്റെ തലയറത്ത് ഒരു പ്രകടനം നമ്മൾ കണ്ടത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകടനമായിട്ടല്ല ഞാൻ കാണുന്നത്. നമുക്കറിയാം അവിടെ മുസ്ലിം ലീഗ് തോൽപ്പിച്ചത് അവരുടെ എക്കാലത്തെയും ശത്രുക്കളിൽ ഒരാളായിട്ടുള്ള പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ KT ജലീൽ, സിറ്റിംഗ് MLA KT ജലീലാണ്. മുസ്ലിങ്ങൾക്ക് ബഹുഭൂരിപക്ഷം ഉള്ള ഒരു മണ്ഡലത്തിൽ അവിടുത്തെ മലപ്പുറത്തെ DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള VS ജോയിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് അവിടെ ഇറക്കിയത്. അദ്ദേഹമാണ് ഈ പറയുന്ന KT ജലീലിനെ ഏതാണ്ട് വമ്പൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് വിട്ടത്. അപ്പോൾ ആ വിജയത്തിന്റെ ഒരു ആഹ്ലാദം അവർ പറയുന്നത്, ഞങ്ങൾ VS ജോയിയുടെ വിജയത്തെക്കാൾ ഉപരി KT ജലീലിന്റെ പരാജയം ഞങ്ങൾ ആഘോഷിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാമല്ലോ, ഈ സോഷ്യൽ മീഡിയയിൽ KT ജലീലും ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ അണികളും തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് അതിന് കഴിഞ്ഞ കുറെ കാലങ്ങളുടെ ഒരു കഥ തന്നെ നമുക്ക് പറയാനുണ്ട്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വഴി ഈ ഏറ്റുമുട്ടുന്ന രണ്ട് ടീമുകളാണ്. ഒന്ന് KT ജലീലും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ അണികളും. ശക്തമായ രീതിയിൽ KT ജലീലും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ഒക്കെ തന്നെ വിമർശിക്കുകയും മുസ്ലിം ലീഗിനെ രൂക്ഷമായ ഭാഷയിൽ അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് മുസ്ലിം ലീഗിന്റെ അണികളും എത്താറുണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ അണികൾ KT ജലീലിനെ ഈ സോഷ്യൽ മീഡിയ വഴി ആക്ഷേപിക്കുന്ന ഒരു പേരാണ് അദ്ദേഹത്തെ ഈ ആടെന്ന പേര് ചേർത്തുകൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ അണികൾ KT ജലീലിനെ പരിഹസിക്കുന്നത്. ആട് ജലീൽ എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പരിഹസിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രതീകാത്മക പ്രതിഷേധം ആഘോഷമായിട്ടാണ് ഈ പറയുന്ന ആടിന്റെ തലയിറക്കുക എന്ന് പറഞ്ഞാൽ KT ജലീലിനെ ഞങ്ങൾ തോൽപ്പിച്ചു, KT ജലീലിന്റെ തലയിറത്ത് ഞങ്ങൾ വിട്ടു എന്നുള്ള ഒരു ഇതായിട്ടാണ് അത്തരമൊരു അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അതാണ് അവർ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ആട് ജലീൽ എന്നാണ് മുസ്ലിം ലീഗിന്റെ അണികളൊക്കെ തന്നെ KT ജലീലിനെ പരിഹസിച്ചുകൊണ്ട് വിളിക്കുന്നത്. അപ്പോൾ ആടിനെ അറുത്തുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ തകർത്ത് വിട്ടു എന്നുള്ള ഒരു സന്ദേശം അതിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു ഇതുണ്ടാക്കുന്നത്, ആ ഒരു പ്രകടനം നടത്തിയത്. ഒപ്പം തന്നെ അങ്ങനെ മാത്രമല്ല, ആടിന്റെ സൂപ്പ് വെച്ചുകൊണ്ട് സൂപ്പ് വിളമ്പി വിജയം ആഘോഷിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. KT ജലീലിനെ ആടെന്ന് വിളിക്കുന്നത് കൊണ്ട് ആടിനെ ഇങ്ങനെ വെട്ടിയും ഒപ്പം തന്നെ സൂപ്പ് വെച്ചും ഒക്കെ വിജയം ആഘോഷിക്കുക, അതുവഴി KT ജലീലിനെ കൂടുതൽ അപമാനിക്കുക എന്നുള്ളതാണ് ഇവര് ലക്ഷ്യമിട്ടത്.